ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ വിശുദ്ധ പ്രമാണങ്ങളുടെ പ്രായോഗിക രീതിശാസ്ത്രങ്ങളെ എങ്ങനെയാണ് പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഗ്രന്ഥം രചിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറയുന്ന ഒരു സത്യമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകാനുചരന്മാരെ ആത്മീയമായ ഔന്നിത്യത്തിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൈമാറി ലോകത്തെ ആ സ്വഹാബത്തിനെ സാക്ഷിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്. തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങൾക്ക് ഞാൻ അതിപ്രധാനമായ അതിവിശിഷ്ടമായ രണ്ട് പ്രമാണങ്ങളെ കൈമാറുകയാണ്. ആ പ്രമാണങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ പ്രമാണങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം, ആ പ്രമാണങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാലത്തോളം ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, വഴികേടിന്റെ ഇരുളടഞ്ഞ ഇടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള സവിശേഷമായ ഒരു സന്ദേശം അടയാളപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വഴികേടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനും ഐക്യത്തിൽ നിങ്ങളെ അടിയുറപ്പിച്ചു നിർത്തുവാനും പര്യാപ്തമായ രണ്ട് പ്രമാണങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു എന്ന് പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ആ പ്രമാണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനും അവിടുത്തെ വിശദീകരണമായ തിരുചര്യയുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പലപ്പോഴും നമ്മുടെ കവലകളിൽ നിന്ന് ഈ വിശുദ്ധമായ പ്രവാചക വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യന്മാരാകുന്ന സ്വഹാബിമാരിൽ നിന്നും മദ്ഹബിന്റെ ഇമാമുമാരിൽ നിന്നും മുസ്ലിം ജനസമാജത്തെ അടർത്തിയെടുക്കാനുള്ള ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്.